നമസ്കാരം. പ്രധാന വാർത്തകൾ. കണക്കിൽപ്പെടാത്ത പണം പിടികൂടിയ സംഭവം. ഒറ്റപ്പാലം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും നടനുമായ കെ മണികണ്ഠന് സസ്പെൻഷൻ. വിജിലൻസ് പരിശോധനയിലാണ് മണികണ്ഠന്റെ വീട്ടിൽ നിന്നും പണം പിടികൂടിയത്. കാരാട്ടുകുറി ചിട്ടി തട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. കമ്പനി പാർട്ണറും കേസിലെ രണ്ടാം പ്രതിയുമായ നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. സ്ഥാപനത്തിന്റെ മണ്ണാർക്കാട് ബ്രാഞ്ചിനെതിരെ മാത്രം ലഭിച്ചത് 20ഓളം പരാതികൾ. വിളിയൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പ്രതിഷേധം. UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലും വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ്. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ പെരിന്തൽമണ്ണ പൂപ്പലത്ത് മേൽപ്പാല നിർമ്മാണത്തിന് റെയിൽവേയുടെ സാങ്കേതിക അനുമതി. പൂവണിയുന്നത് പൂപ്പലം വലമ്പൂർ നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം. ഫണ്ട് വകയിരുത്തുന്ന മുറയ്ക്ക് പാലത്തിന്റെ തുടർ നടപടികൾ തുടങ്ങും. മണ്ണാർക്കാട് നായാടിക്കുന്നിലെ യുവാവിന്റെ ആത്മഹത്യ സ്വകാര്യ ധനയിടപാട് സ്ഥാപനങ്ങളിലെ കടബാധ്യത മൂലമെന്ന് ബന്ധുക്കൾ. 42 വയസ്സുള്ള ഇക്ബാലാണ് വിഷം കഴിച്ച് മരിച്ചത്. ആത്മഹത്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ വീട്ടിൽ വന്നു പോയതിനു ശേഷമെന്നും ബന്ധുക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഒറ്റപ്പാലം AMVIയും നടനുമായ കെ മണികണ്ഠന് സസ്പെൻഷൻ. കഴിഞ്ഞ ഒക്ടോബർ 29-ന് മണികണ്ഠന്റെ വാടക വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ഒക്ടോബർ 29-ന് മണികണ്ഠന്റെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത 1,90,000 രൂപ കണ്ടെത്തിയത്. സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും കാസർഗോഡ് ചെറുപ്പത്തൂരിലെ മണികണ്ഠന്റെ വീട്ടിലും ഒരേ സമയം വിജിലൻസ് പരിശോധന നടന്നിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ നിരവധി രേഖകളും തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു പരിശോധന. ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. കാരാട്ടുകുറി ചിട്ടി തട്ടിപ്പിൽ ഒരാൾ പാലക്കാട് അറസ്റ്റിൽ. കേസിലെ രണ്ടാം പ്രതിയും കമ്പനി പാർട്ണറുമായ നിലമ്പൂർ ചുങ്കത്തറ പൂക്കോട്ടുമന ശ്രീജിത്തിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രാഞ്ചിനെതിരെ 20ഓളം പരാതികളിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിരുന്നു. മണ്ണാർക്കാട് താലൂക്കിൽ അട്ടപ്പാടി, കല്ലടിക്കോട്, തച്ചനാടുകര, അലനല്ലൂർ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് പേരിൽ നിന്നാണ് സ്ഥാപനം പ്രതിമാസ കുറിയെന്ന പേരിൽ പണം സ്വീകരിച്ചിരുന്നത്. നറുക്കിന് 25,000 രൂപ നിരക്കിൽ 5 ലക്ഷം രൂപയുടെ കുറിയിൽ ചേർന്ന വിപിനടക്കമുള്ള 20ഓളം പേരുടെ പരാതിയിലാണ് മണ്ണാർക്കാട് പോലീസ് കേസെടുത്തത്. 3,18,000 രൂപ വിപിൻ അടച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കുറി 4,62,500 രൂപയ്ക്ക് വിപിൻ വിളിച്ചിരുന്നു. വിളിച്ച കുറിയുടെ തുക നൽകാമെന്ന് പറഞ്ഞ ദിവസം പണം നൽകിയില്ലെന്നും സ്ഥാപനത്തിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അടച്ചിട്ട നിലയിലായിരുന്നെന്നും പോലീസിന് പരാതിക്കാർ മൊഴി നൽകി. മറ്റ് പാർട്ണർമാരായ മലപ്പുറം സ്വദേശി സന്തോഷ്, മുബഷീർ എന്നിവരെ പിടികിട്ടാനുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കാരാട്ടുകുറീസിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നു. ഇവയെല്ലാം പൂട്ടിയ നിലയിലാണ്. വിവിധ ബ്രാഞ്ചുകളിലായി നൂറുകണക്കിന് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മണ്ണാർക്കാട് അടക്കം വിവിധ ബ്രാഞ്ചുകളിൽ റെയ്ഡ് നടത്തി രജിസ്റ്ററുകളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് അറസ്റ്റിലായ ശ്രീജിത്തിനെ റിമാൻഡ് ചെയ്തു. മണ്ണാർക്കാട് നായാടിക്കുന്നിൽ യുവാവ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ കടബാധ്യതയെന്ന് ബന്ധുക്കൾ. വിഷം കഴിച്ചത് ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ വീട്ടിൽ വന്നു പോയതിനു ശേഷമെന്നും വീട്ടുകാർ. മണ്ണാർക്കാട് നായാടിക്കുന്ന് പരേതനായ പിലാക്കൽ സിദ്ദീഖിന്റെ മകൻ മുഹമ്മദ് ഇക്ബാലാണ് വിഷം കഴിച്ച ചികിത്സയിലിരിക്കെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. 42 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് വിഷം അകത്തു ചെന്ന അവശനിലയിൽ കണ്ടെത്തിയ ഇക്ബാലിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മണ്ണാർക്കാട്ടെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇക്ബാലിന് വേണ്ടി ബന്ധുക്കളും അയൽക്കാരും ഉൾപ്പെടെയുള്ളവർ വായ്പ എടുത്തു നൽകിയിരുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതുൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യത ഇക്ബാലിനുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സഹായിയായ ഇക്ബാൽ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനാണ്. തിരിച്ചടവ് ശേഷി നോക്കാതെ ആധാർ കാർഡിന്റെ ബലത്തിൽ വായ്പ നൽകി സാധാരണക്കാരെ കടക്കണിയിൽ വീഴ്ത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷനും വാർഡ് കൗൺസിലറുമായ സി ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. അതിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ്. സാമ്പത്തികമായ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, ഒരുപാട് ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് പണം പലിശക്ക് എടുത്തുകൊണ്ടുള്ള എന്തൊക്കെ ഒരുപാട് തിരിമറി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഈ പ്രദേശത്തൊക്കെ യാതൊരുവിധ ഡോക്യുമെൻറ്റും രേഖകളൊന്നുമില്ലാതെ
വ്യാപകമായിക്കൊണ്ട് ആളുകൾ അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് മുതലെടുത്തുകൊണ്ട് അത്തരം ആളുകളൊക്കെ ഇത്തരം കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ പറയപ്പെടുന്നത്. ഇതൊക്കെ അംഗീകൃത സ്ഥാപനങ്ങളാണോ, അല്ല ഇതൊക്കെ നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണോ, ഇത്തരം ഈ ലോണും ഇതൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ നിയമപരമായിട്ടാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് എന്നതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പും ഏതോ 1-2 ആളുകൾ വന്ന് അവിടെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാഷ് അടക്കാൻ പറയുന്ന സാഹചര്യം എന്തൊക്കെ അന്വേഷിച്ച് വരികയും വീട്ടിൽ സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയപ്പെടും. അതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്, അതിന് മുതിർന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഫസീലയാണ് മുഹമ്മദ് ഇക്ബാലിൻ്റെ ഭാര്യ. മുഹമ്മദ് അൻഫൽ, മുഹമ്മദ് അജ്ലാൻ എന്നിവർ മക്കളാണ്. വിളയൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പ്രതിഷേധം. UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചുക ഈ വാഹനത്തിന് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി അശാസ്ത്രീയമായാണ് വിളയൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നാരോപിച്ചാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത്. പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി CA സാജിദ് ഉദ്ഘാടനം ചെയ്തു. എല്ലായിടങ്ങളിലും ചെന്നാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വാർഡിന്റെ ഒരതിർത്തി 4 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന്റെ മറ്റൊരു അതിർത്തി കിടക്കുന്നത് വേറൊരു ഭാഗത്താണ്. വാർഡ് വിഭജനത്തിന് കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി അവർ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു വാർഡിനെ നമ്മൾ വിഭജിക്കുമ്പോൾ, ഒരു വാർഡിനെ രൂപീകരിക്കുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ആ വാർഡിലെ വാർത്താവിനിമയ സൗകര്യം നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ വാർഡിലെ ഗ്രാമസഭ കൂടുവാനുള്ള സൗകര്യം ആളുകൾക്ക് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഒരു ഗ്രാമസഭ ചേരുവാനുള്ള, അതല്ലെങ്കിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി ചേരുവാനുള്ള, ഒരു ഗ്രാമസഭയുടെ നോട്ടീസ് നൽകുവാനുള്ള, ഒരു വാർഡിൽ നിന്ന് ഒരു മെമ്പർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ അത് ഏതു രാഷ്ട്രീയക്കാരനായാലും ഏതു പാർട്ടിയുടെ ഭാഗമായാലും ശരി, അവർക്ക് തങ്ങളുടെ വാർഡിൽ പ്രവർത്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഉസൈൻ കണ്ടെങ്കാവ് അധ്യക്ഷനായി. DCC മെമ്പർ നീലടി സുധാകരൻ, മുസ്ലിം ലീഗ് വിളയൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി എടപ്പലം, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ, സജീവ് കുമാർ, VM മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K കുഞ്ഞാപ്പു, ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം ഉസ്മാൻ VP, പഞ്ചായത്ത് ട്രഷറർ UP മുഹമ്മദ്, സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം സെക്രട്ടറി യൂസഫ് മാസ്റ്റർ, മെമ്പർമാരായ CP ഷംസുദ്ദീൻ, ചൈതന്യ സുധീർ, അബ്ദുറഹ്മാൻ KP, സജി K, മണികണ്ഠൻ P, മദനൻ C തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ്. രാഷ്ട്രീയപ്രേരിതമായാണ് പല മാറ്റങ്ങളും നടന്നിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. അതിർത്തികളും മറ്റും പരിഗണിക്കാതെ അസ്വാഭാവിക രീതിയിലുള്ള വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത്. പല വാർഡുകളിലും വാർഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെ ഒഴിവാക്കുകയും ദൂരെ കിടക്കുന്ന സ്ഥലങ്ങളെ വാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. 5-6 വാർഡുകളിൽ 118ഓളം വീടുകൾ ഒരേ നമ്പർ ഉള്ളതായി കാണുന്നു. 6ാം വാർഡിലുള്ള വീടുകൾ 5ാം വാർഡിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുപോലെ മറ്റു വാർഡുകളിലും അപാകതകൾ ഉണ്ടെന്നും രാഷ്ട്രീയ പ്രേരിതമായാണ് പല മാറ്റങ്ങളും നടന്നിട്ടുള്ളതെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും കളക്ടറേറ്റ് ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമായ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പല വാർഡുകളിലും, ഇപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത 11ാം വാർഡ്, പല വാർഡുകളിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉള്ള മാറ്റങ്ങളുണ്ട്. അതിനും പരിഹാരം കണ്ടെത്തണം. ആ 2 കാര്യങ്ങൾക്ക് നടത്താൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ്, കളക്ടറുടെ ഭാഗത്ത് നടപടി ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഒരു പത്രസമ്മേളനം വിളിച്ചത്. ഇനി മറ്റന്നാളൊക്കെ ഞങ്ങൾക്ക് പരാതി കൊടുക്കാനും പറ്റില്ല, കാരണം അത് തയ്യാറാക്കാൻ നല്ല പണിയുണ്ട്. ഇവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് ഒഴിവാക്കപ്പെട്ട വീടുകളുടെ എണ്ണവും അവിടെ ഉൾക്കൊള്ളിക്കേണ്ട വീടുകളുടെ എണ്ണവും കാണിക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളിക്കേണ്ട വീട് കാണണമെങ്കിൽ ഈ പറയുന്ന 350 മുതൽ, ഒരു ഉദാഹരണം പറയുകയാണ്, ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ഈ 350 മുതൽ 497 വരെയുള്ള 118 വീടുകൾ 6ാം വാർഡിൽ നിന്ന് 5ാം വാർഡിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് ഇവർ പറയണം. എന്നാൽ 6ാം വാർഡിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഏത് വീടാണ് ഒഴിവാക്കേണ്ടത്, ഏത് വീടാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത്, ഓരോ ഭാഗം ഏത് വിടണം, ഏത് ഉൾക്കൊള്ളണം എന്നൊക്കെ
ഞങ്ങൾക്ക് പഠിക്കാനൊരു സമയം വേണം, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് പഠിക്കാനൊരു സമയം വേണം. ആ സമയം അപര്യാപ്തത ഉണ്ട്. ആറാട്ടുകുളം നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതിക്കെതിരായി വന്ന ഓംബുഡ്സ്മാൻ വിധി ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്നും പുനർനിർമ്മിക്കാൻ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരുടെ അലംഭാവം തുടരുന്നതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ, പഞ്ചായത്ത് അംഗം ശിവദാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ പെരിന്തൽമണ്ണ പൂപ്പലത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ദക്ഷിണ റെയിൽവേയുടെ സാങ്കേതിക അനുമതി. അങ്ങാടിപ്പുറം പട്ടിക്കാട് സ്റ്റേഷനുകൾക്കിടയിൽ താഴെപ്പൂപ്പലം ഭാഗത്താണ് മേൽപ്പാലത്തിന് റെയിൽവേയുടെ സാങ്കേതിക അനുമതി ലഭിച്ചത്. കഴിഞ്ഞ വർഷം മങ്കടയിൽ നടന്ന നവകേരള സദസ്സിൽ നാട്ടുകാർ അപേക്ഷ നൽകിയതോടെയാണ് മേൽപ്പാലത്തിന് വഴിതെളിഞ്ഞത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയിൽ താഴെപ്പൂപ്പലത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്നത് പൂപ്പലം വലമ്പൂർ നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. പ്രദേശത്തുകാരുടെ ഈ കാത്തിരിപ്പിന് ആശ്വാസം നൽകി റെയിൽവേ പച്ചക്കൊടി കാണിച്ചു. പൂപ്പലം വലമ്പൂർ മിനി റെയിൽവേ മേൽപ്പാലത്തിന് കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേ സാങ്കേതികാനുമതി നൽകി. കഴിഞ്ഞ വർഷം നവംബർ 29-ന് മങ്കടയിൽ നടന്ന നവകേരള സദസ്സിൽ മേൽപ്പാലം ആവശ്യവുമായി നാട്ടുകാർ അപേക്ഷ നൽകിയിരുന്നു. തുടർന്നാണ് പൂപ്പലത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിക്കപ്പെട്ടത്. ജനുവരി 12-ന് മഞ്ചേരി ഡിവിഷൻ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്ദർശിച്ച് സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസിന് നിവേദനവും നൽകിയതോടെ പൂപ്പലത്ത് മേൽപ്പാലത്തിന് വഴി തെളിഞ്ഞു. തുടർന്ന് പാലക്കാട് ദക്ഷിണ റെയിൽവേ ഡിവിഷൻ എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് അനുകൂല റിപ്പോർട്ട് നൽകുകയായിരുന്നു. KP കുഞ്ഞികൃഷ്ണൻ ചെയർമാനും മുണ്ടക്കൽ സുന്ദരൻ കൺവീനറുമായ വലമ്പൂർ വികസന സമിതിയാണ് ഇവിടെ റെയിൽവേ മേൽപ്പാലം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ. നവംബർ 29-നാണ് നവകേരള സദസ്സിൽ ഈ പ്രപ്പോസൽ ആദ്യമായി വെക്കുന്നത്. അത് വളരെ ഗൗരവപൂർവ്വം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഗൗരവപൂർവ്വം കാണുകയും അദ്ദേഹം അത് മഞ്ചേരി PWDൻ്റെ റോഡ് ആൻഡ് ഓവർബ്രിഡ്ജ് വകുപ്പിലേക്ക് അയക്കുകയും അവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. വളരെ അനുയോജ്യമാണെന്നും പ്രധാനപ്പെട്ടതാണെന്നും അവർക്ക് തോന്നിയത് കൊണ്ട് അവർ തുടർന്ന് ഗവൺമെൻറ്റിലേക്ക് തുടർ പ്രവർത്തനത്തിനായി അനുമതിക്ക് അപേക്ഷിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഞങ്ങൾ മുഹമ്മദ് റിയാസിനെ തിരുവനന്തപുരത്ത് പോയി കാണുകയും അദ്ദേഹം അത് പാലക്കാട് റെയിൽവേയുടെ ഡിവിഷനിലേക്ക് അയക്കുകയും ചെയ്തു. അവർ വീണ്ടും ഈ സ്ഥലം സന്ദർശിച്ചു. പാലക്കാട് ഡിവിഷനിൽ നിന്നും അവർ എഞ്ചിനീയർമാർ ഈ സ്ഥലം സന്ദർശിച്ച് അനുയോജ്യമാണെന്ന് അവരും കണ്ടെത്തിയതിനെ തുടർന്നാണ് നമുക്ക് ഇതിന് റെയിൽവേയുടെ ഈ മേൽപ്പാലത്തിന് അനുമതി റെയിൽവേ തന്നിട്ടുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ വളരെ കാലം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളുമായി കൊണ്ട് പല നിവേദനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു ഫയലിൽ ഒതുങ്ങുക എന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു അനുകൂല സാഹചര്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു റെയിൽവേയിൽ ഇത്തരത്തിലുള്ള പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ കാലങ്ങൾ 8-10 വർഷമൊക്കെ എടുക്കുന്നത് ഇത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് നമുക്ക് അംഗീകാരം കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇത്തരത്തിലുള്ള വലിയൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഓവർബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത. ഇത് വരുന്നതോട് കൂടിയിട്ട് മഞ്ചേരി എന്നുള്ള ആനക്കയം പാത, ആ പാതയും അതുപോലെ തന്നെ ഈ നിലമ്പൂർ പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മിനി ബൈപ്പാസായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. താഴെപ്പൂപ്പലത്ത് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിന്നും വലമ്പൂരിൽ നിന്നും റെയിൽവേ പാതയുടെ 2 ഭാഗത്തും 8 മീറ്റർ വീതിയിൽ നിലവിൽ റോഡുണ്ട്. ഇതിനാൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെയും പ്രസിഡൻസി കൺവെൻഷൻ സെന്ററിൻ്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് മേൽപ്പാലം നിർമ്മിക്കാനായി ഏറ്റെടുക്കേണ്ടി വരിക. വൻതുകയില്ലാതെ തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. മേൽപ്പാലത്തിന്റെ നിർമ്മാണം റെയിൽവേക്ക് വ്യവസ്ഥകളിലൂടെ ഏറ്റെടുക്കാവുന്നതാണെന്നാണ് പാലക്കാട് ഡിവിഷൻ ഓഫീസിന്റെ വിലയിരുത്തൽ. പദ്ധതി തയ്യാറാക്കി സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനമോ ഫണ്ട് വകയിരുത്തിയാൽ പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഫണ്ട് എന്ന് പറയുന്നത് ഏത് ഏജൻസികൾക്കും വെക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ, ഇങ്ങനെയുള്ള ആർക്കും ഈ ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഒരു ഫണ്ട് വെക്കും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ റെയിൽവേക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെയിൽവേ ഇതിൻ്റെ പ്രൊജക്ട് തയ്യാറാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിലുള്ള ഗതാഗത കുരുക്കിന് ഒരു പരിധി വരെ പരിഹാരമാവുകയും ചെയ്യും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഇനി ഉണ്ടാവണം. പെരിന്തൽമണ്ണ മഞ്ചേരി സംസ്ഥാന പാതയെ മങ്കടയിലും പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയെ താഴെപ്പൂപ്പലത്തും റെയിൽവേ മേൽപ്പാലം വന്നാൽ ബന്ധിപ്പിക്കാനാകും. മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിൽ പെടാതെ പെരിന്തൽമണ്ണയിലെത്താനും സാധിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്.
ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സമരം സിന്ദാബാദ്. മലയൂരിന്റെ BHCA ഇല്ലാതാക്കാൻ നോക്കുന്ന ജീവനക്കാരുടെ ദാഷ്ട്യത്തെ വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ OP സമയം നിയമാനുസൃതം പ്രവർത്തിക്കുക, മരുന്ന് വിതരണം കാര്യക്ഷമമാക്കുക, ഡോക്ടറുടെയും ജീവനക്കാരുടെയും ധിക്കാരപരമായ സമീപനം തിരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DYFI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം K മുരളി സമരം ഉദ്ഘാടനം ചെയ്തു. 4700 രൂപയ്ക്കാണ് ലീഗ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഒരു സെന്റിന് വാങ്ങിയത്. ഞാനിവിടെ ഇത്രയും കാര്യം പറയാൻ കാരണം അതിനുശേഷമുള്ള കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് 25 കൊല്ലമായി ഈ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാക്കി മാറ്റുന്നതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഇവിടെ ചെലവഴിച്ചത്. ഇവിടെ ഞങ്ങള് മൃഗാശുപത്രി അപ്പുറത്ത് ആരംഭിച്ചു, കഴിഞ്ഞ കാലത്ത് ഹോമിയോ ആശുപത്രി ആരംഭിച്ചു. ഈ PHC വിളയൂരിലെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമായിട്ട് മാറി. വിളയൂർ ഗ്രാമപഞ്ചായത്ത് സമീപ പ്രദേശത്തുള്ള ഒരു പഞ്ചായത്തും ചെയ്തിട്ടില്ലാത്ത നിലയിൽ പാലിയേറ്റീവ് മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ പഞ്ചായത്തിലെന്നാണ്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന സുബൈദ ഡോക്ടർ, ഇവിടെ പ്രവർത്തിച്ചിരുന്ന മൊയ്തീൻ ഡോക്ടർ, ഇവിടെ പ്രവർത്തിച്ച സിദ്ദിഖ് ഡോക്ടർ, ഇടക്കാലത്ത് വന്നുപോയ ചില ഡോക്ടർമാര്, ഇവരെല്ലാം അങ്ങേയറ്റ ആദരവോടെയും ബഹുമാനത്തോടെയും ഞങ്ങളും കണ്ടിരുന്നത് അവർ ഈ നാട്ടിലെ ജനസേവനവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തെ അവരും കണ്ടിരുന്നത് അങ്ങനെ. വിനീത് അധ്യക്ഷനായി. പ്രണവ്, KV ഗംഗാധരൻ, പ്രകാശൻ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. പരതൂർ പഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. UDF നേതൃത്വം നൽകുന്ന പരതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി വിഭാഗത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് PKSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ വിഭാഗക്കാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. PKS പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. നിത്യദിന ചെലവ് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാലഘട്ടം, പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പാപ്പരീകപ്പെടുന്ന കാലഘട്ടം. ഈ സമയത്ത് അവിടെ കൂടെ നിൽക്കേണ്ടവരാണ് ത്രിതല പഞ്ചായത്തിന്റെ ഭാരവാഹികളും ഭരണസമിതിയൊക്കെ. പക്ഷെ വിപരീതമായിട്ടുള്ള സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാവുന്നത്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഞാനും ഒരു പഞ്ചായത്തിന് വിശ്വസിച്ചുണ്ടാവും, ഞങ്ങളെല്ലാം അപേക്ഷകൾ വാങ്ങാറുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാങ്ങിയ അപേക്ഷ പാവപ്പെട്ട കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടാവും. അപേക്ഷ മടക്കി കൊടുക്കുക, അതും ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ. അത് കേട്ടപ്പോ അത്ഭുതം നോക്കി, ഇതൊരു പഞ്ചായത്താണ്, ഒരു പ്രസിഡന്റാണോ തിരിച്ചു കൊടുക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? മടക്കി കൊടുക്കുമ്പോൾ ഒരു മനോവേദന വേണ്ടേ? ഇത് കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് അവർക്ക് എങ്ങനെ കൊടുക്കണ്ടേ എന്നല്ല ചിന്തിക്കേണ്ടത്. EP ശിവശങ്കരൻ അധ്യക്ഷനായി. നേതാക്കളായ P ഷൺമുഖൻ, PK ചെല്ലുകുട്ടി, KC അലി ഇക്ബാൽ, T സുധാകരൻ, TT പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരംപാറ മേഖല അപകടത്തുരുത്താകുന്നു. ദിനംപ്രതി നിരവധി വാഹനാപകടങ്ങളാണ് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോഡിലെ കാഞ്ഞിരംപാറയിൽ നടക്കുന്നത്. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് കടമ്പഴിപ്പുറത്തേക്ക് പോകുന്ന റോഡിലെ കാഞ്ഞിരംപാറ മേഖലയിൽ ഇറക്കവും വളവും ചേർന്നു വരുന്ന ഭാഗത്താണ് അപകടങ്ങൾ പതിവാകുന്നത്. റോഡ് പണി പൂർത്തീകരിച്ചതോടെ വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. റോഡിന് ഇരുവശവും ഇട്ട മണ്ണ് മഴയിൽ കുത്തിയൊലിച്ചു പോയതിനാൽ അരികിൽ ഗർത്തങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ റോഡരികിലുള്ള ഈ ഗർത്തങ്ങളിൽ വീണ് അപകടം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം റോഡരികിലെ കുഴിയിൽ വീണ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായി.
സ്കൂൾ, കോളേജ് ബസ്സുകൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ പോകുന്ന ഈ വഴി സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഉണ്ടായ അപകടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു കാറിൽ ബൈക്ക് കൂട്ടിയിടിച്ച് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വെച്ച് നിരവധി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായ അധികാരികൾ അത് പരിശോധിക്കേണ്ടതാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു കയറ്റത്തിൽ നിന്നും വന്ന് ഒരു ഇറക്കം കഴിഞ്ഞ് മറ്റൊരു കയറ്റത്തിലേക്ക് പോവുകയാണ്. റോഡ് അത്രയും താണ സ്ഥലമാണ് ഇവിടെ. ആ സ്ഥലത്ത് ഈ പറഞ്ഞ പോലുള്ള ഡ്രെയിനേജ് അല്ലെങ്കിൽ വെള്ളച്ചാലുകളിൽ ഇതൊന്നും ഇല്ല. വെള്ളച്ചാലുകളൊക്കെ തന്നെ മണ്ണിട്ട് മൂടി അത് കുത്തിയൊലിച്ച് പോയിക്കൊണ്ട് വീണ്ടും റോഡ് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിസരവാസികൾ പറയുന്ന പോലെ തന്നെ ഡ്രെയിനേജുകളും അതുപോലെ തന്നെ റോഡിലെ അപകടങ്ങളും മാറ്റി യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ജനങ്ങൾക്കും സുരക്ഷിതം ഒരുക്കണമെന്നാണ് നമുക്കെല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഡെയിലി നമുക്കിതുവരെ സ്ഥിരം സ്കൂൾ ബസ്സുകളും എല്ലാം പോകുന്ന വഴിയാണ്. നിറച്ച ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങളും സ്പീഡ് ബ്രേക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആയിട്ടുള്ള സ്പീഡ് ബ്രേക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ ഈ പുതിയ റോഡിൽ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ അധികാരിയുടെ ശ്രദ്ധയിൽ അതൊക്കെ ഒന്ന് പെടുത്തുക. അങ്ങാടിപ്പുറം ഏറാംതോട് ശ്രീ സനാതന ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞം ബുധനാഴ്ച ആരംഭിക്കും. 5 ദിവസത്തെ യജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറാംതോട് ശ്രീ സനാതന ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം ഇടത്തുംപുറം ആത്മാക്കളരിയിലാണ് 5 ദിവസത്തെ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം സംഘടിപ്പിക്കുന്നത്. യജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ചിന്മയ മിഷൻ റീജിയണൽ മേധാവി സ്വാമി ജിതാത്മാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് യജ്ഞാചാര്യനെ സ്വീകരിക്കും. തുടർന്ന് സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ ഗീതജ്ഞാന യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭഗവത്ഗീതയുടെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലാണ് 5 ദിവസത്തെ യജ്ഞപാരായണം നടക്കുന്നത്. സമാപന ദിവസമായ 8-ന് രാവിലെ 8 മണിക്ക് സ്വാമി ജിതാത്മാനന്ദ സരസ്വതി വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഉച്ചയോടെ പ്രസാദ ഊട്ടോടുകൂടി യജ്ഞം സമാപിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി PV സജിത്ത്, ചെയർമാൻ ഹരിദാസ് മണിയൂട്ടിൽ, കോർഡിനേറ്റർ നിഷാന്ത് കൃഷ്ണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കുള്ള ആദ്യഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തുടക്കമായി. തൃത്താലയിൽ നടന്ന പരിശീലന ക്ലാസ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ അടുത്ത വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള ആദ്യഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾക്കാണ് ജില്ലയിൽ തുടക്കമായത്. തൃത്താലയിൽ വെച്ചായിരുന്നു ക്ലാസ്. 11-ന് മുണ്ടൂരിൽ വെച്ച് ക്ലാസ് നടത്തും. തൃത്താലയിൽ നടന്ന ക്ലാസ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് കമ്മിറ്റിയുടെ മാറ്റം ഒരിക്കലും ഹജ്ജിന് പോകുന്ന ആളുകളെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. ഏതാണ്ട് 20,000-ത്തിലധികം ആളുകളാണ് കേരളത്തിൽ ഹജ്ജിന് വേണ്ടി ഇപ്രാവശ്യം അപേക്ഷ കൊടുത്തത്. 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ ആകെ അപേക്ഷ നൽകിയത്. അതിൽ ആദ്യഘട്ടത്തിൽ 16,000 ചില്ലാനും ആളുകളെ തിരഞ്ഞെടുക്കുകയും പിന്നീട് വെയിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെയും കൂടി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം 10-18,000 ആളുകളായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്രാവശ്യം കൂടുതൽ ആളുകളെ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്തത് ചിലപ്പോൾ ഇപ്രാവശ്യമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് വിശദമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം പ്രത്യേകം നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു, നമുക്ക് സെലക്ഷൻ കിട്ടി, ഇനി അതിന് വേണ്ട പ്രവർത്തനങ്ങളും പ്രിപ്പറേഷനുമായിട്ട് പോവുകയാണ്. നിലവിൽ ഹജ്ജിന് അവസരം ലഭിച്ചവരും കാത്തിരിപ്പ് പട്ടികയിലെ 3000-ഓളം പേരും ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ ഓർഗനൈസർ KP ജാഫർ അധ്യക്ഷനായി. സൈനുദ്ദീൻ, ഷമീർ, മുനിറുൽ ഹഗ് തുടങ്ങിയവർ സംസാരിച്ചു. ലക്കിടി മുളഞ്ഞൂർ നിശ്ചിന്തയിൽ വികലാംഗ ദിനം ആചരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
ശോഭന രാജേന്ദ്ര പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനോവൈകല്യമുള്ള വ്യക്തികൾക്കായി കുടുംബങ്ങൾ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിറ്റിയായ നിശ്ചിന്തയിലാണ് ലോക വികലാംഗ ദിനം ആചരിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്, പക്ഷേ സങ്കടവുമാണ്. കാരണം ഇത്തരം കുട്ടികളാണ് നമ്മളെ ചുറ്റുപാടും പല സ്ഥലങ്ങളിലുള്ളത്, അല്ലേ? പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ഈ നാട്ടിലെ മറ്റുള്ളവരെ പോലെ തന്നെ അവർക്കും ജീവിക്കാൻ അവർക്ക് ഒരു അവകാശമുണ്ട്, അല്ലേ? അവർ നമ്മളെ പോലെ പൗരന്മാരാണ്. ഓരോരുത്തരും പൗരന്മാരാണ്, ഈ നാടിന്റെ പൗരന്മാരാണ്. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS വിശിഷ്ടാതിഥിയായി. ഇത്തരമൊരു സംരംഭം അല്ലെങ്കിൽ ഇത്തരമൊരു ആശയം നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ അതിനെ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കും. സർക്കാർ സംവിധാനങ്ങൾക്കായാലും നമ്മുടെ ലാർജർ സൊസൈറ്റി ആയാലും പല പരിമിതികൾ അതിൽ നിശ്ചിന്ത സെക്രട്ടറി ജിനേഷ് K. ജോസഫ്, പ്രസിഡന്റ് K. ജയറാം, പ്രശോഭ് പ്രകാശ്, S. സന്ദീപ്, സുനിൽ അമ്മാത്ത്, ഡോക്ടർ MU ജയശ്രീ എന്നിവർ സംസാരിച്ചു. PDP മണ്ണാർക്കാട് മണ്ഡലം മുൻ സെക്രട്ടറി ഷിഹാബ് മൈലാമ്പാടം INL ചേർന്നു. കോഴിക്കോട് സംസ്ഥാന ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ അംഗത്വം നൽകി. INL പാലക്കാട് ജില്ലാ സെക്രട്ടറി KV അമീർ, നേതാക്കളായ CH ഹമീദ് മാസ്റ്റർ, അബ്ദുൾ റഫീഖ്, ശോഭ, അബൂബക്കർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും ഇനിയും ഒട്ടേറെ പേർ പാർട്ടിയിലേക്ക് കടന്നുവരുമെന്നും KV അമീർ പറഞ്ഞു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തിരുനാരായണപുരം ഉത്രത്തിൽക്കാവിൽ ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് 5-ന് തുടക്കമാകും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിഹാര കർമ്മങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുക. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ആദ്യ 3 ദിവസങ്ങളിലും രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് 5:30-ക്ക് വിഷ്ണു സഹസ്രനാമജപം, തുടർന്ന് ലളിത സഹസ്രനാമജപം എന്നിവ ഉണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 2024 മാർച്ച് മാസം 1-ാം തീയതി നടന്നിട്ടുള്ള ദേവപ്രശ്ന വിധിപ്രകാരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് പ്രശ്ന പരിഹാര ക്രിയകൾ, പ്രായശ്ചിത്ത പരിഹാര ക്രിയകൾ ഈ വരുന്ന ഡിസംബർ 5, 6, 7, 8 തീയതികളിലായിട്ട് നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ കാർമ്മികത്വം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. കൂടാതെയുണ്ട് നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ TK ശങ്കർദാസ് നമ്പൂതിരി അവർകളും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് തട്ടകത്തിലുള്ള ദേശവാസികൾക്കിടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിലെ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം നമ്മുടെ അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ക്ഷേത്ര തട്ടകത്തിൽ മോക്ഷം ലഭിക്കാതെ അലയുന്ന ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിനാവശ്യമായ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ആവാഹിച്ച് നിമഞ്ജനം ചെയ്യുന്ന കർമ്മങ്ങൾ ഉൾപ്പെടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ രാമകൃഷ്ണൻ, ജയദേവൻ എന്നിവർ പറഞ്ഞു. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 4 ദിവസമായിട്ട് നടക്കുന്നത് വേർപാട്, പല ഹോമങ്ങൾ കൊണ്ട് നിമഞ്ജനം ചെയ്യൽ, 4 ദിവസമുള്ള പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച വരെ. അതിൻ്റെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുക. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഫെർട്ടിലിറ്റി സെന്റർ ഗായിക പത്മഭൂഷൺ KS ചിത്ര ഉദ്ഘാടനം ചെയ്യും. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിലൂടെ കുറഞ്ഞ നിരക്കിൽ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കാനാവുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
35 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കിംസ് അൽഷിഫയിൽ ഇതിനകം 1 ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതാണ് കണക്ക്. ഇതിന്റെ ഭാഗമാണ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറ. മെഡോറയ്ക്ക് കീഴിൽ ഇപ്പോൾ വന്ധ്യതാ ചികിത്സയ്ക്കുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ ഫെർട്ടിലിറ്റി സെന്ററും സജ്ജമാക്കി. ഡിസംബർ 6 വൈകിട്ട് 3 മണിക്ക് ഗായിക പത്മഭൂഷൺ KS ചിത്ര ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ നൂതന സംരംഭമാണ് ഫെർട്ടിലിറ്റി സെന്റർ. അതിനൂതന സൗകര്യങ്ങളോടുകൂടി വന്ധ്യതാ ചികിത്സ നൽകാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഡിസംബർ 6 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ KS ചിത്ര ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ 6 വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട്. ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നൂതന സംവിധാനങ്ങളോടെ ഒരുക്കിയ ഫെർട്ടിലിറ്റി സെന്ററിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വന്ധ്യതാ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുമെന്ന് കിംസ് അൽഷിഫ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഡോക്ടർ P. ഉണ്ണീൻ പറഞ്ഞു. ഫെർട്ടിലിറ്റി ചികിത്സ പൊതുവെ ഒരു സാമ്പത്തിക ഭാരമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. എന്നാൽ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്റർ സാധാരണക്കാരനും താങ്ങാവുന്ന നിരക്കിലുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വിവാഹിതരായ ദമ്പതികളുടെ ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബം. പല കാരണവശാലും അത് നടക്കാതെ പോകും. അവിടെയാണ് ഏറ്റവും അതിനൂതന സാങ്കേതിക വിദ്യയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ചികിത്സാ മികവും ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ കൂടെ ദൈവസഹായം കൂടി കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ മറികടക്കാൻ കഴിയും. MLA-മാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കും. വന്ധ്യതാ നിർണയം മുതൽ IUI, IVF, സ്പേം ആസ്പിരേഷൻ, തുടരെ ഗർഭം അലസലിനുള്ള ചികിത്സ ഉൾപ്പെടെ എല്ലാ ചികിത്സാ സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഫെർട്ടിലിറ്റി വിഭാഗം മേധാവി ഡോക്ടർ നിഷ പറഞ്ഞു. ഇപ്പോൾ ഒരു കപ്പിൾ വന്ധ്യതയുമായി വന്നതിന് ശേഷം എന്താണ് അവരുടെ റീസൺ, അത് മെയിൽ ഫാക്ടറാണോ ഫീമെയിൽ ഫാക്ടറാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്താണ് ആ ഇഷ്യൂസ് എന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ പേഷ്യൻറ്റിന് എന്താണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നതും അവർക്ക് നൽകുന്നതും. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഓവുലേഷൻ ഇൻഡക്ഷൻ, കംപ്ലീറ്റ് ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ, ഓവുലേഷൻ ഇൻഡക്ഷൻ, ഫോളിക്കുലാർ മോണിറ്ററിംഗ്, IUI അഥവാ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, IVF, ICSI, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അസൂസ്പെർമിയ, അതായത് കൗണ്ട് തീരെ ഇല്ലാത്ത അവസ്ഥകളിൽ ബീജം കുത്തിയെടുത്ത് ചെയ്യുന്ന പ്രക്രിയകളായ ടെസ, പിന്നെ ലാപ്രോസ്കോപ്പി, റിക്കറൻറ്റ് അബോർഷൻസ് ഉള്ളവർക്കായിട്ടുള്ള ചികിത്സ, ഇത്രയൊക്കെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ നൽകുന്ന ചികിത്സാ സേവനങ്ങൾ. അപ്പോൾ ഏത് പേഷ്യൻ്റെ എന്താണ് അവരുടെ വന്ധ്യതയുടെ റീസൺ എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കായി സൗജന്യ വന്ധ്യതാ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. KS ചിത്രയും സുക്ത മ്യൂസിക് ബാൻഡും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നിശയും ഷിഫ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയയും പങ്കെടുത്തു. എടത്തനാട്ടുകര ചിരട്ടക്കുളത്ത് പ്രവർത്തിക്കുന്ന AST വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിംഗ് സെന്റർ പകൽ വീട് ഭിന്നശേഷിക്കാർക്ക് ആനന്ദമാണ്.
2021 16 ആളുകളുമായി തുടക്കം കുറിച്ച സ്ഥാപനത്തിൽ ഇപ്പോൾ 64 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ഇവരുടെ പാട്ടും ഡാൻസും ആനന്ദകരമായി. 15 വയസ്സ് മുതൽ 51 വയസ്സ് വരെ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വിവിധ സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നതോടൊപ്പം വിവിധ കലാപരിപാടികളും മറ്റും അവതരിപ്പിച്ച് പകൽ മുഴുവൻ ഇവർക്ക് മാനസിക ഉല്ലാസം നൽകിയാണ് പരിപാലിക്കുന്നത്. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ഇവരുടെ പാട്ടും ഡാൻസും അതിമനോഹരമായിരുന്നു. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പ്രവർത്തന സമയം. ഭിന്നശേഷിക്കാരായ മക്കളുള്ള രക്ഷിതാക്കൾക്ക് അവരെ ഇവിടെയാക്കി സമാധാനത്തോടെ ജോലിക്ക് പോകാൻ കഴിയുന്നു. രജിസ്റ്റർ ചെയ്ത 64 അംഗങ്ങളിൽ 25 പേരും സ്ത്രീകളാണ്. പകുതിയിലധികം ആളുകളും സ്ഥിരമായോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഇവിടെ എത്തുന്നുണ്ട്. ശാരീരികമായി വലിയ പ്രയാസമുള്ള ആളുകൾ അവരുടെ വീടുകളിൽ തന്നെയാണ് കഴിയുന്നതെങ്കിലും ഇവർക്കാവശ്യമായ ഭക്ഷ്യക്കിറ്റുകളും മാസം തോറും വീടുകളിൽ എത്തിച്ചു നൽകും. വർഷത്തിൽ 1-2 തവണ വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ വിനോദയാത്രകളും നടത്താറുണ്ട്. ഈ മാസം 19, 20 തീയതികളിൽ വിമാനമാർഗം ബാംഗ്ലൂർ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട്. മാനേജ്മെൻറ്റും രക്ഷിതാക്കളും പ്രദേശത്തെ ഒരു സ്വകാര്യ സ്ഥാപനവും ചേർന്ന് നിശ്ചിത വിഹിതമടച്ച് അംഗങ്ങൾക്ക് ഒരു സമ്പാദ്യ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. ഇവർ നിർമ്മിക്കുന്ന അച്ചാറുകൾ, ക്ലീനിംഗ് ലോഷനുകൾ എന്നിവ വിൽപ്പന നടത്തി ലഭിക്കുന്ന ലാഭവിഹിതം കഴിഞ്ഞുള്ള തുകയാണ് അംഗങ്ങൾ സമ്പാദ്യ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടത്. OCB അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഇവിടെ അധ്യാപകരും ആയമാരുമായി 6 പേർ ഇവരെ പരിചരിക്കുന്നതിനായി ഉണ്ട്. എടത്തനാട്ടുകരയിലെയും അലനല്ലൂരിലെയും വ്യാപാരികളുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് മാനേജർ PPANU അറിയിച്ചു. വിവിധ പരിപാടികളോടെ നടന്ന ഭിന്നശേഷി ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ B. ആറാട്ടുതൊടി അധ്യക്ഷയായി. സ്ഥാപനവുമായി സഹകരിച്ചവർക്ക് CPDO ഹയറുന്നീസ ഉപഹാരം നൽകി. നാട്ടുകൽ SI രാമദാസ്, TK ഇപ്പു, KT ഹംസപ്പ, AP മാനു, സൈദലവി വടക്കൻ, C. കുഞ്ഞയമു, TP അബ്ദുൽ വഹാബ്, അധ്യാപകരായ PE ലുബാനത്ത്, അമ്മിനി, P. റഹില, K. ബിന്ദു, അഫ്സറ, നുസ്രത്ത് ബീഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കണക്കിൽപ്പെടാത്ത പണം പിടികൂടിയ സംഭവം. ഒറ്റപ്പാലം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും നടനുമായ K. മണികണ്ഠന് സസ്പെൻഷൻ. വിജിലൻസ് പരിശോധനയിലാണ് മണികണ്ഠന്റെ വീട്ടിൽ നിന്നും പണം പിടികൂടിയത്. കാരാട്ടുകുറിസ് ചിട്ടിത്തട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. കമ്പനി പാർട്ണറും കേസിലെ 2ാം പ്രതിയുമായ നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. സ്ഥാപനത്തിന്റെ മണ്ണാർക്കാട് ബ്രാഞ്ചിനെതിരെ മാത്രം ലഭിച്ചത് 20ഓളം പരാതികൾ. വിളിയൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പ്രതിഷേധം. UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലും വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ്. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ പെരിന്തൽമണ്ണ പൂപ്പലത്ത് മേൽപ്പാല നിർമ്മാണത്തിന് റെയിൽവേയുടെ സാങ്കേതിക അനുമതി. പൂവണിയുന്നത് പൂപ്പലം വലമ്പൂർ നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം. ഫണ്ട് വകയിരുത്തുന്ന മുറയ്ക്ക് പാലത്തിന്റെ തുടർ നടപടികൾ തുടങ്ങും. മണ്ണാർക്കാട് നായാടിക്കുന്നിലെ യുവാവിന്റെ ആത്മഹത്യ സ്വകാര്യ ധനയിടപാട് സ്ഥാപനങ്ങളിലെ കടബാധ്യത മൂലമെന്ന് ബന്ധുക്കൾ. 42 വയസ്സുള്ള ഇക്ബാലാണ് വിഷം കഴിച്ച് മരിച്ചത്. ആത്മഹത്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ വീട്ടിൽ വന്നു പോയതിനു ശേഷമെന്നും ബന്ധുക്കൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു.